സ്വാഗതം. ഞാനാണ് സ്ത്രീ എന്ന ഈ പരിപാടിയിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സ്ത്രീകളും വിശ്വാസങ്ങളുമാണ്. സ്ത്രീകളും വിശ്വാസങ്ങളും എന്നുള്ളൊരു വിഷയം സംസാരിക്കുമ്പോൾ സ്ത്രീകളുടെ ആർത്തവമാണ് ഒരു ഘടകമായി പറയുന്നത്. ഈ പറയുന്ന അവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്ന് പറയുന്നു. അതിൽ നമ്മൾ പറയുന്നു ആർത്തവ കാലഘട്ടത്തിൽ സ്ത്രീക്കുള്ളൊരു തരം അശുദ്ധിയാണോ ഈ മാറ്റി നിർത്തലിൻ്റെ ഒരു ഘടകമായിട്ട്, ഒരു മാനദണ്ഡമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്? അതാണോ ഈ ആചാരത്തിന് വിഘ്നം? ആർത്തവമാണ് അതിനൊരു ഘടകമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആചാരം? ഞാൻ പറഞ്ഞല്ലോ, അത് ആ ക്ഷേത്രത്തിന്റെ അതിന് ആർത്തവം ഒരു ഘടകമല്ല, ആ വിഗ്രഹത്തിന്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ്, ഒരു കാഴ്ചപ്പാട് അതങ്ങനെയാണ്. ഓരോന്നിനും ഇപ്പം ബ്രഹ്മചര്യത്തിനെ ഭയങ്കര, സ്ത്രീയെ കണ്ടാൽ ബ്രഹ്മചര്യം ഒലിച്ചു പോകുമോ എന്നൊക്കെ മാഡം ചോദിച്ചു. പക്ഷേ നമുക്കറിയാം, ഹനുമാൻ സ്വാമി ബ്രഹ്മചാരിയാണ്, അദ്ദേഹത്തിന്റെ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ തലമുണ്ട്. അവിടെ ഇരിക്കുന്ന അയ്യപ്പന്റെ ആചാരം അങ്ങനെയാണ്, ആ ആചാരത്തിന് തന്നെ മാറ്റം വരുത്തണം എന്ന് ശഠിക്കുന്നതിലാണ് ഞങ്ങൾക്ക് എതിർപ്പുള്ളത്. ഈ ആചാരം കൊണ്ട് ഗുണം അവിടുത്തെ ബ്രാഹ്മണ ക്ഷത്രിയ സ്വാധീനത്തിന് മാത്രമാണ്. ഇങ്ങനെ ഒരു ക്ഷേത്രം വേറെ ആരും പോകാൻ പാടില്ലാത്ത, വളരെ യുണീക്കായ, അതായത് മറ്റ് ക്ഷേത്രങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളൊന്നും ബാധകമല്ലാത്ത ഒപ്പേക്കായ ഒരു ക്ഷേത്രമായി ശബരിമലയെ നിലനിർത്തിയാൽ മാത്രമേ കാശ് വീഴൂ. കാരണം നിങ്ങൾക്കറിയാം, ദർ ഇസ് എ സ്പിരിച്വൽ മാർക്കറ്റ്. കേരളത്തിലെ എല്ലാ മതവിശ്വാസങ്ങളും വിപണിക്ക് കീഴ്പ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ അവിടെ കൂടെ കരിക്കകം ഇല്ല, ഈ ലോട്ടറി ടിക്കറ്റ് വിളിക്കുന്ന പോലെ വിളിച്ചുകൊണ്ട് പോകാം. നിങ്ങൾ അവിടെ ചെന്നു പൊങ്കാലയിട്ടു, ഇല്ല ദൈവം എന്ന് ഈ പറഞ്ഞ ഗവൺമെൻറ് ഓഫീസിനെ, ഈശ്വരന്മാരെ ഇത്ര അധികം അപമാനിക്കുന്ന ഒരു കാലം കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഏത് ക്ഷേത്രമാണെങ്കിലും നിങ്ങൾ പോയി പൊങ്കാലയിട്ടില്ല, ഇപ്പോൾ പറഞ്ഞ പോലെയാണ് ഈ എന്തോ നേടാൻ വേണ്ടി, വളരെ മൂർത്തമായ എന്തോ നേടാൻ വേണ്ടി ചെയ്യുന്ന എന്തൊക്കെയോ ഒരു കറക്റ്റ് അത് പരസ്യം ചെയ്ത്, അപ്പൊ ഈ ഭയങ്കരമായ പണ്ടുകാലം മുതലുള്ള ആചാരമാണ് എന്നൊക്കെ ചിത്രീകരിച്ചാൽ മാർക്കറ്റ് വാല്യൂ കൂടും. ഇതേ വിശ്വാസം ഇവർ നാളെ നിലനിർത്തി, ഇതേ വിശ്വാസം ഉണ്ടെന്ന് പറയണം. എപ്പം നാളെ ഒരു ദളിതൻ ഇവിടുത്തെ അമ്പലങ്ങളിലെല്ലാം പൂജാരിയായിരിക്കുമ്പോൾ ഇതേ വിശ്വാസത്തോടുകൂടി ഇന്നും ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ ഈഴവനായിട്ടുള്ള ഇതേ നിങ്ങളുടെ അവിടെ പഠിച്ചിറങ്ങിയ ആൾ തന്നെയാണ് സുധികുമാർ എന്നാണ് എനിക്ക് തോന്നുന്നത്. സുധികുമാറിന് ഇന്നവരെ അമ്പലത്തിൽ കയറി പൂജ ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെട്ടിക്കുളങ്ങര ക്ഷേത്രം എന്ന് പറയുന്ന ഈഴവ ബെൽറ്റായിട്ടുള്ള ഏരിയയിൽ ഒരു രാഷ്ട്രീയക്കാരുടെ എതിർപ്പ് കൊണ്ട് ആ ഈഴവനായിട്ടുള്ള പൂജാരിക്ക് അവിടെ കയറി പൂജ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇനി എന്താണ്, ഇപ്പം നിയമവ്യവസ്ഥയുടെ പിൻബലത്തോടു കൂടി വന്ന ആളുകളാണ് പിന്നോക്ക വിഭാഗക്കാർ, അവർക്ക് അമ്പലത്തിൽ കയറിയിട്ട് പൂജ ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഇവിടെ അതിൻ്റെ പേരിൽ ജാതി രാഷ്ട്രീയം മതരാഷ്ട്രീയം വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ ജാതി രാഷ്ട്രീയവും മതരാഷ്ട്രീയവും മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ജെൻഡർ പൊളിറ്റിക്സ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ തിരികെ കൊണ്ടുവരികയാണെങ്കിൽ ഈ ജെൻഡർ പൊളിറ്റിക്സിനെ, ജെൻഡർ ഇക്വാലിറ്റിയെ എത്രത്തോളം ഇത്തരത്തിലുള്ള നിലപാടുകൾ ഹനിക്കുന്നുണ്ട്? പ്യോർലി ജെൻഡർ പൊളിറ്റിക്സ് ബലാത്സംഗത്തിന് ദുശാഠ്യമാണ്. ആ ദുശാഠ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് എന്തോ കുറവുള്ളത് കൊണ്ടാണ് അവിടെ. ഇപ്പം ഞങ്ങളിപ്പോൾ വന്നപ്പോൾ ഒരാളോട് സംസാരിച്ചപ്പോൾ പുള്ളി പറയുന്നത് അവിടെ പോയി ഇനി അവിടെ എല്ലാം ഒരു പെണ്ണ് പോയി കഴിഞ്ഞാൽ മുഴുവൻ സെക്സ് ചെയ്യുന്ന ഒരു ഏരിയ ആയി മാറും. പറഞ്ഞത് എന്താ പറയുക, കേട്ട ഞെട്ടിപ്പോയി. പറഞ്ഞത് ആൺപിള്ളേരും പെൺപിള്ളേരും കൂടെ ടീമായിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ ഒരുമാതിരി ഇപ്പൊ ഈ എന്തോന്നാ വേശ്യാവൃത്തി നടത്തും എന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ മനസ്സിലാക്കാത്തൊരു കാര്യം, ആൺവേശ്യ എന്ന് പറയുന്നൊരു വളരെ റിയലായ കാര്യമാണ്. അപ്പൊ ഈ ആണുങ്ങൾ ഇവിടെ പോകുന്നവര്, നമുക്ക് പറയാമല്ലേ ആണുങ്ങളെ മാത്രം വിടുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ആൺവേശ്യകൾക്ക് മാത്രം അവസരം ഉണ്ടാക്കി കൊടുക്കാനാണോ എന്നും വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മളത് പറയുന്നില്ല, നമ്മുടെ മാന്യതയുടെ പേരിൽ നമ്മളത് പറയുന്നില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ എത്ര വലിയ അപമാനമാണ് സ്ത്രീകളായ വിശ്വാസികളെ കുറിച്ച് ഇവർക്കുള്ള ധാരണ എന്താണ്? സെക്സ് ചെയ്യാൻ വേണ്ടി ശബരിമലയുടെ മണ്ട വരെ പോകണം. എല്ലാ വാട്സപ്പ് വഴി ഇതെല്ലാം പ്രചരിക്കുന്നുണ്ട് ഇങ്ങനെ. അതുകൊണ്ട് സമ്മതിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ എന്തോ ഒരു രാഷ്ട്രീയം അവിടെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. അല്ലാതെ ഇത്തരത്തിലുള്ള മെസ്സേജുകളൊന്നും ഈ വിശ്വാസികളുടെ ഇടയിലോട്ട് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഊട്ടി ഉറപ്പിക്കുന്നത്. വിശ്വാസികളൊക്കെ ഈ പണിക്കാണോ അവിടെ പോകുന്നത്? ഈ ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ വേശ്യാവൃത്തി നടത്താൻ ശബരിമലയുടെ മുകളിൽ തന്നെ പോകണോ? ഇവിടെ വേറെ ഒരു സ്ഥലവും ഇല്ലേ? അഞ്ജന മാഡം മടങ്ങി നമ്മൾ തിരികെ വരുമ്പം ശബരിമല വിഷയം എന്നുള്ളതൊരു റിയാലിറ്റിയായി തന്നെ അവിടെ നിലനിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് ആരാധനാലയങ്ങളിലേക്ക് എത്തിപ്പെടാൻ ലിമിറ്റേഷൻ പാടില്ല. അത് മുസ്ലിം പള്ളി ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യൻ പള്ളി ആയിക്കൊള്ളട്ടെ, ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അവർ വിശ്വസിക്കുന്ന മതത്തിൻ്റെ ആരാധനാലയങ്ങളിൽ അതിൻ്റെ പ്ലേസ് ഓഫ് വേർഷിപ്പിൽ പോകാനുള്ള ഒരു റൈറ്റ് ടു ആക്സസ് എല്ലാ
ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് എല്ലാ സ്ത്രീകൾക്കും ഉള്ളതല്ലേ? ഉണ്ട്. ശബരിമലയിലും ആ റൈറ്റ് ഓഫ് വർഷിപ്പ് ഉണ്ട്. കാരണം ശബരിമല ക്ഷേത്രത്തിൽ എൻ്റെ ജീവിതത്തിൽ 4 തവണ പോകാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മകൾ ഇപ്പോൾ 12 വയസ്സുകാരിയായിട്ടുള്ള പ്രപഞ്ചന, അവൾ 4 തവണ പോയിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് ടു വർഷിപ്പ് ശബരിമലയിലുണ്ട്. സ്ത്രീക്ക് അവിടെ പോകാനുള്ള അവസരമുണ്ട്. അവിടെ സ്ത്രീക്ക് പോകാൻ നിരോധനമുണ്ടെന്ന് എന്തിനാണ് പറയുന്നത്? സ്ത്രീക്ക് പോകാൻ അവിടെ നിരോധനമില്ല. മറിച്ച് അവിടുത്തെ ആചാരത്തെ ബഹുമാനിക്കാനല്ലേ പഠിക്കേണ്ടത്. അങ്ങനെ ആചാരത്തെ ബഹുമാനിക്കാൻ പഠിക്കുമ്പോൾ അവിടുത്തെ വിശ്വാസ സമൂഹം പറയുകയാണ്, ഞങ്ങൾക്ക് അവിടെ പോകാനുള്ള അവസരം ഉണ്ടല്ലോ, ആ അവസരത്തിന് ഞങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ ആചാരം അങ്ങനെ ഇരുന്നോട്ടെ എന്ന് അവർ പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ തയ്യാറാകേണ്ടത്. അപ്പോൾ അതിന് എന്തിനാ അതിലൊരു മാറ്റം വരണം എന്ന് ഇത്ര ഇടന്ന്, അഥവാ ഇനി അതിൽ മാറ്റം വരണം, ഈ ഭൂരിപക്ഷ സമൂഹത്തെ അല്ലെങ്കിൽ അവരെ വിശ്വാസത്തിലെടുക്ക്, അവരെ ബോധ്യപ്പെടുത്തുക, അവരോട് അഭിപ്രായം ചോദിക്കുക. ഇതൊന്നുമില്ലാതെ കോടതികൾ വഴിയല്ല ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഇവിടെ നടപ്പിലാക്കേണ്ടത്. അയിത്തോച്ചാടന ഇവിടെ നടന്നതും ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായതും ഒന്നും കോടതികളായിരുന്നില്ല. അതിന് മുൻപിൽ നിന്നത് ഈ പുച്ഛത്തോടുകൂടി പറയുന്ന സവർണർ തന്നെയായിരുന്നു ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപിൽ നിന്നത്. അപ്പോൾ അത് അവരുടെ ഉത്തരവാദിത്വമായിട്ട് ആ സമൂഹം ഏറ്റെടുത്തത് കൊണ്ടാണ്. അപ്പോൾ അതേപോലെയുള്ള ഒരു മാറ്റമാണ് സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. അത്തരത്തിലൊരു മാറ്റത്തിലൂടെ നിങ്ങൾ ശബരിമലയിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോകും. ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ സവർണർ എന്നുള്ളതിൽ വലിയ വിയോജിപ്പുണ്ടാവും, ചരിത്രപരമായ വിയോജിപ്പുണ്ടാവും. അല്ല, അതിലുള്ള വ്യക്തികളുടെ പേരുകൾ വേറെ. ആദർശം കിട്ടിയത് എവിടെ നിന്നാണ്? ശ്രീനാരായണ ഗുരുദേവനായാലും ചട്ടമ്പി സ്വാമി, എന്തായാലും ചട്ടമ്പി സ്വാമികളുടെ പിന്തുണ തീർച്ചയായും അതൊരു മറ്റൊരു വിഷയം തന്നെയാണ്. ആ വിഷയത്തിലേക്ക് നമുക്ക് അതിലെത്രയോ ആ ജാഥയിൽ സവർണർ ആരും പങ്കെടുത്തിരുന്നില്ലേ? അല്ലെങ്കിൽ ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സവർണർ ഉണ്ടായിരുന്നിരുന്നു. അല്ല, സവർണർ നമ്മൾ പറയുന്നില്ല. അല്ല, സവർണറുടെ പങ്കാളിത്തം അതിലുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ അവർ മുന്നിട്ടിറങ്ങിയത് സവർണരായിരുന്നു എന്നുള്ള ഒരു പ്രയോഗത്തെ മാത്രമാണ് നമ്മൾ എതിർക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ മാറ്റി നിർത്തിയിരുന്നവരുടെ ഒരു വലിയ മുന്നേറ്റം കൊണ്ടാണ് അതിവിടെ ഉണ്ടായതെന്ന് പറയുന്നത് തെറ്റാണ്. അതിനകത്ത് സവർണറുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു.